ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ ബയോളജിയിൽ നിന്നും ഏറ്റവും അധികം ചോദിച്ചു കാണുന്ന ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള വൈറസ് രോഗത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വൈറസുകൾ, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാനപ്പെട്ട ശാസ്ത്ര ശാഖകൾ, പ്രധാനപ്പെട്ട എല്ലാ വൈറസ് രോഗത്തെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഏവർക്കും സ്വാഗതം. ആദ്യമായി വൈറസുകളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരം നോക്കുമ്പോൾ, വൈറസുകൾ എന്നാൽ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA ജനിതക വസ്തു ഉൾക്കൊള്ളുന്ന അതിസൂക്ഷ്മ ഘടനകളാണ്. വൈറസുകൾ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA ജനിതക വസ്തു ഉൾക്കൊള്ളുന്ന അതിസൂക്ഷ്മ ഘടനകളാണ്. ജീവനും അജീവനും ഇടയിലുള്ള കണ്ണി എന്നാണ് വൈറസുകളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ജീവനും അജീവനും ഇടയിലുള്ള കണ്ണി, അതായത് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്നാണ് വൈറസുകളെ പറ്റി വിശേഷിപ്പിക്കുന്നത്. വൈറസുകളെ പഠിക്കുന്ന ശാസ്ത്രശാഖ വൈറോളജിയാണ്. വൈറോളജിയാണ് വൈറസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. വൈറസുകളെ കണ്ടെത്തിയത് ആരാണ്? വൈറസുകളെ കണ്ടെത്തിയത് ദിമിത്രി ഇവാനോസ്കിയാണ്. 1892 ദിമിത്രി ഇവാനോസ്കിയാണ് വൈറസുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. വൈറസിന് ഒരു വൈറസ് എന്ന പേര് നൽകിയത് മാർട്ടിനസ് ബെഞ്ചറിക്കാണ്. വൈറസിന് ഒരു പേര് നൽകിയത് മാർട്ടിനസ് ബെയ്ജറിനിക്കാണ്. ലാറ്റിൻ ഭാഷയിൽ വൈറസ് എന്ന വാക്കിന്റെ അർത്ഥം വിഷം അല്ലെങ്കിൽ പോയിസൺ എന്നാണ്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വൈറസ് എന്ന പദം കൊണ്ടത്. വൈറസ് എന്ന പദത്തിന്റെ അർത്ഥം വിഷം, അതായത് പോയിസൺ എന്നാണ്. സാധാരണ ജീവകോശങ്ങളിൽ ഉള്ള കോശഭിത്തി, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ തുടങ്ങിയ കോശാംഗങ്ങൾ വൈറസുകളിൽ ഇല്ല. സാധാരണ കോശങ്ങളിൽ കാണുന്ന കോശഭിത്തി, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ തുടങ്ങിയ കോശാംഗങ്ങൾ വൈറസുകൾക്ക് ഇല്ല. ആതിഥേയ കോശത്തിന്, അതായത് ഹോസ്റ്റ് സെല്ലിന് പുറത്തു വെച്ച് വൈറസുകൾ നിർജീവ അവസ്ഥയിലും കോശത്തിനുള്ളിൽ ഇതൊരു സജീവ അവസ്ഥയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഹോസ്റ്റ് സെൽ, അതായത് ആതിഥേയ കോശത്തിൽ വൈറസ്, അതിൻ്റെ പുറത്തു വെച്ച് ആ വൈറസിന് നിർജീവ അവസ്ഥയാണ്. എന്നാൽ ഇതൊരു കോശത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് സജീവ അവസ്ഥയിലും മാറുന്നതാണ്. ആതിഥേയ കോശത്തിൻ്റെ ജനിതക സംവിധാനവും പ്രോട്ടീൻ നിർമ്മാണ സംവിധാനവും ഉപയോഗിച്ചിട്ടാണ് വൈറസുകൾ പെരുകുന്നത്. ആതിഥേയ കോശത്തിൻ്റെ ജനിതക സംവിധാനവും പ്രോട്ടീൻ നിർമ്മാണ സംവിധാനവും ഉപയോഗിച്ച് വൈറസ് പെരുകുന്നു. മനുഷ്യൻ, സസ്യങ്ങൾ, ജന്തുക്കൾ, ബാക്ടീരിയകൾ എന്നിവയെ വൈറസുകൾ ബാധിക്കുന്നു. മനുഷ്യൻ, സസ്യങ്ങളെയും ജന്തുക്കളെയും ബാക്ടീരിയയെ പോലും വൈറസുകൾ ബാധിക്കുന്നു. ബാക്ടീരിയയെ ബാധിക്കുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജുകൾ. ബാക്ടീരിയോഫേജ് എന്താണ്? ബാക്ടീരിയയെ ബാധിക്കുന്ന വൈറസുകളാണ്. ബാക്ടീരിയയെ ബാധിക്കുന്ന വൈറസാണ് ബാക്ടീരിയോഫേജ്. DNA ഉള്ള വൈറസുകളെ RNA ഉള്ള വൈറസുകളും ഉണ്ട്. DNA ഉള്ള വൈറസുകളും RNA ഉള്ള വൈറസുകളും ഉണ്ട്. RNA വൈറസുകളെ പ്രധാന ഉദാഹരണങ്ങളാണ് HIV, നിപ്പ, റാബീസ്, ഇൻഫ്ലുവൻസ, കൊറോണ വൈറസ്, എബോള തുടങ്ങിയ രോഗങ്ങളൊക്കെ RNA വൈറസിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. RNA വൈറസിന്റെ ഉദാഹരണങ്ങളാണ് HIV, നിപ്പ, റാബീസ്, ഇൻഫ്ലുവൻസ, കൊറോണ വൈറസ്, എബോള. ആദ്യമായി എബോളയെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. വന്യജീവികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുകയും അതിവേഗം തന്നെ വ്യാപിക്കുകയും ചെയ്യുന്ന മാരക വൈറസ് രോഗമാണ് എബോള. എപ്പോഴും ഓർത്തു വെച്ചേക്കുക, എബോള ഒരു വൈറസ് രോഗമാണ്. വന്യജീവിയിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അതിവേഗം വ്യാപിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു മാരക വൈറസ് രോഗമാണ് എബോള. ഇതിൻ്റെ രോഗകാരി സെയർ എബോള വൈറസ്. സെയർ എബോള വൈറസ് എന്നാണ് എബോളയുടെ രോഗകാരിയെ വിളിക്കുന്നത്. ഇത് ഏത് വൈറസ് കുടുംബമാണ്? ഫൈലോവിറേഡി എന്ന വൈറസ് കുടുംബത്തിൽപ്പെട്ടതാണ് എബോള വൈറസ്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കോങ്കോയിലാണ്. വർഷം 1976 എബോള വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം കോങ്കോ. എബോള എന്ന പേര് ലഭിച്ചത് കോങ്കോയിലെ എബോള നദിയിൽ ഒരു പേരിൽ നിന്നുമാണ്.
കോങ്കോയിലുള്ള എബോള നദിയുടെ പേരിൽ നിന്നുമാണ് എബോള എന്ന രോഗത്തിന് ആ ഒരു പേര് നൽകിയിരിക്കുന്നത്. പ്രകൃതിയാലുള്ള രോഗവാഹകർ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. പഴം ഭക്ഷിക്കുന്ന വവ്വാലിൽ നിന്നും എബോള വൈറസ് പകർന്നു പിടിക്കാവുന്നതാണ്. രോഗം മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് ചിമ്പാൻസി, ഗൊറില്ല, വവ്വാലുകൾ. ഇതിന് രോഗവാഹകരായിത്തീരുന്ന ജീവികൾ ചിമ്പാൻസി, ഗൊറില്ല, വവ്വാൽ തുടങ്ങിയ ജീവികളാണ്. പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്താണ്? ഉയർന്ന പനി, രക്തസ്രാവം, ഛർദി, വയറിളക്കം, അവയവ തകരാർ പോലും സംഭവിക്കുന്നുണ്ട്. എബോള വൈറസിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ് ഉയർന്ന പനിയും, രക്തസ്രാവം, ഛർദി, വയറിളക്കം, അവയവ തകരാറെല്ലാം സംഭവിക്കാം. എബോളയുടെ ഒരു പ്രധാന രോഗലക്ഷണങ്ങളായിട്ട് ഇവയെ കണക്കാക്കാവുന്നതാണ്. എബോളയെ ഹെമോറജിക് ഫീവർ എന്നും വിളിക്കുന്നു. ഹെമോറജിക് ഫീവർ എന്നും വിളിക്കുന്നത് എബോള രോഗത്തെയാണ്. എബോള വൈറസിനെ ഹെമോറജിക് ഫീവർ എന്ന് വിളിക്കുന്നു. അടുത്തതായി എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് നോക്കാം. എയ്ഡ്സ് എന്ന രോഗത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ലോകത്തെ ഏറ്റവും ഭീതിയിലാഴ്ത്തിയ വൈറസ് രോഗങ്ങളിൽ ഒന്നാണ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ രോഗകാരി HIV ആണ്. HIV എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന വൈറസാണ് എയ്ഡ്സിന്റെ രോഗകാരി. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ് പകർത്തുന്ന രോഗകാരി HIV വൈറസ്. HIV ആക്രമിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ്. ശരീരത്തിലെ ലിംഫോസൈറ്റ്, പ്രത്യേകിച്ച് CD4 T സെൽസുകളെയാണ് HIV വൈറസ് ആക്രമിക്കുന്നത്. HIV വൈറസിന്റെ ജനിതക ഘടന നമ്മൾ നേരത്തെ പറഞ്ഞു RNA ആണ്. RNA വൈറസുകൾ അറിയപ്പെടുന്നത് റെട്രോ വൈറസ് എന്നാണ്. റെട്രോ വൈറസ് എന്നാണ് RNA വൈറസുകളെ നമ്മൾ വിളിക്കുന്നത്. RNA വൈറസുകളെ നമ്മൾ റെട്രോ വൈറസ് എന്നാണ് വിളിക്കുന്നത്. സ്ലിം ഡിസീസ് എന്നും എയ്ഡ്സിനെ അറിയപ്പെടുന്നു. എയ്ഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേര് സ്ലിം ഡിസീസ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ് രോഗമാണ്. ലോകത്താദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക. ലോകത്തിൽ ആദ്യമായി തന്നെ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചെന്നൈ ആണ്. 1986 ആയപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ചെന്നൈ നഗരത്തിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിൽ 1987 കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട, വർഷം 1987. HIV വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടേഗ്നിയർ ആണ്. ലൂക്ക് മൊണ്ടേഗ്നിയർ ആണ് 1983 HIV വൈറസിനെ കണ്ടെത്തിയത്. ലൂക്ക് മൊണ്ടേഗ്നിയർ. ലോക എയ്ഡ്സ് ദിനമെന്നാണ്? ലോക എയ്ഡ്സ് ദിനം ഡിസംബർ മാസം 1-ാം തീയതി. ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ മാസം 1-ാം തീയതിയാണ്. ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനാചരണം ആരംഭിച്ചത് 1988 മുതലാണ്. 1988 മുതലാണ് നമ്മൾ ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ 1 ആഘോഷിച്ച് തുടങ്ങിയത്. എയ്ഡ്സിന്റെ പ്രതീകം ചുവന്ന റിബണാണ്. റെഡ് റിബൺ എന്തിന്റെ പ്രതീകം എന്ന് ചോദിക്കും. എയ്ഡ്സിന്റെ പ്രതീകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചുവന്ന റിബൺ. ചുവന്ന റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആ എയ്ഡ്സിന്റെ സിമ്പലായിട്ടുള്ള ചുവന്ന റിബണിനെ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആർട്ടിസ്റ്റ് കൗക്കസ് ആണ്. വിഷ്വൽ എയ്ഡ്സ് ആർട്ടിസ്റ്റ് കൗക്കസ് ആണ് ചുവന്ന റിബൺ രൂപകൽപ്പന ചെയ്തത്. എയ്ഡ്സ് രോഗനിർണയത്തെക്കുറിച്ച് നോക്കാം. എയ്ഡ്സിന്റെ ആദ്യഘട്ട പരിശോധനയെ നമ്മൾ എലീസ ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. എയ്ഡ്സ് രോഗനിർണയമാണ് നാം പറയുന്നത്. എയ്ഡ്സിനെ ആദ്യഘട്ട പരിശോധനയായിട്ട് എലീസ ടെസ്റ്റാണ് നടത്തുന്നത്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എൻസൈം H. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എൻസൈം H ആണ്. എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് സ്ഥിരീകരണ പരിശോധന വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. എയ്ഡ്സിനെ
രോഗം നിർണ്ണയിക്കുന്ന മറ്റ് പരിശോധനകൾ നോക്കുമ്പോൾ PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, NAT ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, NAT ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നിവ എല്ലാം എയ്ഡ്സ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന മറ്റ് പരിശോധനകളാണ്. എയ്ഡ്സിന്റെ ആദ്യഘട്ട പരിശോധനയായിട്ട് എലിസ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത് എൻസൈം H ആണ്. എയ്ഡ്സ് സ്ഥിരീകരണ പരിശോധന വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് നിർണ്ണയിക്കുന്ന മറ്റ് പരിശോധനകളാണ് PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, NAT ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് പകരുന്ന വഴികൾ നോക്കാം. HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം വഴി എയ്ഡ്സ് പകരാം. അതേപോലെ ബാധിതനായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും എയ്ഡ്സ് പകരാൻ സാധ്യതയുണ്ട്. HIV ബാധിതനായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും, HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം വഴിയും, HIV അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത് വഴിയും, HIV അടങ്ങിയ അവയവങ്ങൾ സ്വീകരിക്കുന്നത് വഴി, HIV ബാധിതരുടെ സൂചിയും സിറിഞ്ചും മറ്റും പങ്കുവെക്കുന്നത് വഴിയൊക്കെ എയ്ഡ്സ് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാവുന്നതാണ്. എയ്ഡ്സ് പകരാത്ത വഴികൾ കൂടി നമുക്ക് നോക്കാം. എയ്ഡ്സ് ഇങ്ങനെയൊക്കെ പകരുമെന്ന് പഠിച്ചില്ലേ, ഇനി എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല? സ്പർശനം, ഹസ്തദാനം, ഒരുമിച്ച് താമസിക്കൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ, ഒരേ ശൗചാലയം ഉപയോഗിക്കൽ, ഒരേ കുളത്തിൽ കുളിക്കൽ, തുമ്മൽ, കൊതുകു കടിക്കൽ, ഈച്ചകൾ വഴി ഒന്നും തന്നെ എയ്ഡ്സ് പകരത്തില്ല. സ്പർശനം, ഹസ്തദാനം, ഒരുമിച്ച് താമസിക്കൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ, ഒരേ ശൗചാലയം ഉപയോഗിക്കൽ, ഒരേ കുളത്തിൽ കുളിക്കൽ, തുമ്മല്, കൊതുകു കടിക്കൽ, ഈച്ചകൾ വഴി ഒന്നും തന്നെ എയ്ഡ്സ് രോഗം പകരില്ല. എയ്ഡ്സിനുള്ള ചികിത്സ നമുക്ക് പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എയ്ഡ്സിന്റെ ചികിത്സയാണ് ART, അതായത് ആന്റി റെട്രോ വൈറൽ തെറാപ്പി ചികിത്സ ഉപയോഗിക്കുന്നത് എയ്ഡ്സിന്റെ ചികിത്സയ്ക്കായിട്ടാണ്. ആന്റി റിട്രോ വൈറൽ തെറാപ്പി ART ചികിത്സ ഉപയോഗിക്കുന്നത് എയ്ഡ്സിനാണ്. പ്രധാനപ്പെട്ട മരുന്ന് AZT, അതായത് അസിഡോതൈമിഡീൻ, അതേപോലെ സിഡോവുഡീൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മരുന്നുകൾ എയ്ഡ്സിന്റെ ചികിത്സയ്ക്ക് നമ്മൾ ഉപയോഗിച്ചു വരുന്നു. AZT, അസിഡോതൈമിഡീൻ, സിഡോവുഡീൻ എന്ന് പറയുന്ന മരുന്നുകൾ എയ്ഡ്സിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. AZT ആദ്യമായി ഉപയോഗിച്ചത് ആന്റി HIV മരുന്നാണ്. AZT ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ച ആന്റി HIV മരുന്ന്. അടുത്തതായിട്ട് ഒരു പ്രധാനപ്പെട്ട രോഗമായിട്ടുള്ള നിപ്പയെ കുറിച്ച് നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. നിപ്പ ഒരു സൂട്ടോണിക് വൈറസ് രോഗമാണ്. നിപ്പ എന്നത് ഒരു സൂട്ടോണിക് വൈറസ് രോഗമാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗത്തെയാണ് നമ്മൾ സൂട്ടോണിക് രോഗം എന്ന് പറയുന്നത്. മൃഗത്തിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സൂട്ടോണിക് വൈറസ് രോഗമാണ് നിപ്പ വൈറസ്. രോഗകാരി നിപ്പ വൈറസ് ആണ്. ഇത് ഏത് കുടുംബത്തിൽ നിന്നും വരുന്നു? ഈ വൈറസ് കുടുംബം പാരാമൈക്സോറിഡേ എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നുമാണ് നിപ്പ വൈറസ് വരുന്നത്. പാരാമിക്സോവിറിഡേ, ഉച്ചാരണം അല്പം വ്യത്യാസം കാണുമായിരിക്കും, നിങ്ങൾ കറക്റ്റ് നോക്കിക്കൊള്ളുക. പ്രകൃതിയിലുള്ള വാഹക ജീവി പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. ഫ്ലൈയിങ് ഫോക്സ് ആണ് പ്രകൃതിയാലുള്ള നിപ്പ വൈറസിന്റെ വാഹക ജീവി. ശാസ്ത്രീയ നാമം ടെറോപ്പസ് ബാറ്റ്. ടെറോപ്പസ് ബാറ്റ് എന്ന പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് ഇതിന്റെ വാഹകരായിട്ട് വരുന്നത്. നിപ്പ വൈറസ് വാഹകരാണ് ടെറോപ്റ്റസ് ബാറ്റ്. നിപ്പ വൈറസ് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് മലേഷ്യയിലാണ്. 1998 തന്നെ മലേഷ്യയിൽ നിപ്പ വൈറസ് ആദ്യമായി വന്നു. മലേഷ്യയിലെ പന്നി കർഷകർക്കിടയിലാണ് രോഗം ആദ്യമായി കണ്ടെത്തിയത്. മലേഷ്യയിലെ പന്നി കർഷകർക്കിടയിൽ 1998 തന്നെ നിപ്പ വൈറസ് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടു. നിപ്പ മനുഷ്യരിലേക്ക് പകരുന്ന വഴികൾ. വവ്വാലിൽ നിന്നും നേരിട്ട്, അതായത് വവ്വാൽ കടിച്ച പഴങ്ങൾ കഴിക്കുന്നത് വഴി, വവ്വാലിന്റെ ഉമിനീര്, മൂത്രം എന്നിവ വഴിയൊക്കെ നിപ്പ മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്നു. പിന്നെ പന്നികളിലൂടെയും നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് പകരാം. രോഗബാധിതനിൽ നിന്നും മറ്റുള്ളവരിലേക്ക് മലിനമായ ഭക്ഷണത്തിലൂടെയൊക്കെ
രോഗബാധിതനിൽ നിന്നും മറ്റുള്ളവരിലേക്കും നിപ്പ വൈറസ് പകർന്നു പിടിക്കാവുന്നതാണ്. ഇന്ത്യയിൽ നിപ്പ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തവ പശ്ചിമ ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത് ചങ്ങരോത്ത് അല്ലെങ്കിൽ പേരാമ്പ്ര, കോഴിക്കോടുള്ള പേരാമ്പ്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ നിപ്പ ബാധിച്ച് മരിച്ച ആദ്യ വ്യക്തി മുഹമ്മദ് സാബിത്താണ്. അതൊന്നും നോക്കണ്ട, ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. നിപ്പ രോഗികളെ പരിചരിക്കുന്നതിന് മരണപ്പെട്ട നേഴ്സ് ലിനി പുതുശ്ശേരി എന്ന നേഴ്സിന് നിപ്പ രോഗികളെ പരിചരിക്കുന്നതിനിടെ മരണപ്പെട്ട ഒരു നേഴ്സാണ്. നിപ്പയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, തൊണ്ടവേദന, ഛർദി എന്നിവയൊക്കെയാണ്. നിപ്പ രോഗത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ് ഉയർന്ന പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, തൊണ്ടവേദന, ഛർദി. അതേപോലെ മാനസിക വിഭ്രാന്തി, അപസ്മാരം, ബോധക്ഷയം, മസ്തിഷ്ക വീക്കം, കോമ തുടങ്ങിയവയെല്ലാം നിപ്പ രോഗലക്ഷണങ്ങളാണ്. മസ്തിഷ്ക വീക്കം അതായത് എൻസിഫാലിറ്റീസ്, പിന്നെ കോമ, പിന്നെ മാനസിക വിഭ്രാന്തി, അപസ്മാരം, ബോധക്ഷയം എല്ലാം നിപ്പ രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കുറച്ച് ക്വിക്ക് ഫാക്റ്റുകൾ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ തന്നെയാണ് എല്ലാം പറഞ്ഞു വരുന്നത്. വൈറസ്, വിഷം. വൈറസുകളെ കുറിച്ചുള്ള പഠനത്തെ വൈറോളജി എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ബാക്ടീരിയ ബാധിക്കുന്ന വൈറസിനെ ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കുന്നു. നമ്മൾ അതും പറഞ്ഞതാണ്. ബാക്ടീരിയ ബാധിക്കുന്ന വൈറസ് ഉണ്ട്, അതിനെ വിളിക്കുന്നത് ബാക്ടീരിയോഫേജ്. എബോള ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കോങ്കോയിലാണ്. HIV കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടാഗ്നിയർ ആണ്. ലോക എയ്ഡ്സ് ദിനം പറയൂ. ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ 1 എയ്ഡ്സിന്റെ പ്രതീകം എന്താണ്? ചുവന്ന റിബൺ. എയ്ഡ്സ് സ്ഥിരീകരണ പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധന വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ്. പ്രധാനമായിട്ടും CD4 T സെൽസിനെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. നിപ്പയുടെ പ്രകൃതിയാലുള്ള വാഹകൻ പഴം ഭക്ഷിക്കുന്ന വവ്വാലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോടുള്ള ചങ്ങരോത്ത് എന്ന സ്ഥലത്ത്. നിപ്പ രോഗികളെ പരിചരിക്കുന്നതിനിടെ മരിച്ചത് സിസ്റ്റർ ലിനി പുതുശ്ശേരി എന്ന നേഴ്സാണ്. RNA വൈറസുകളാണ് റെട്രോ വൈറസുകൾ എന്നും വിളിക്കുന്നു. RNA വൈറസുകളെ നമ്മൾ റെട്രോ വൈറസ് എന്ന് വിളിക്കുന്നുണ്ട്. എയ്ഡ്സിന്റെ ചികിത്സ ART ആണ്. എയ്ഡ്സിന്റെ പ്രധാനപ്പെട്ട മരുന്ന് എന്താണ്? AZT, അതായത് അസിഡോതൈമിഡിൻ. എയ്ഡ്സിന്റെ ചികിത്സയാണ് ART. എയ്ഡ്സ് രോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്ന് AZT, അസിഡോതൈമിഡിനുമാണ്. അടുത്തതായിട്ട് ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ച് നോക്കാം. അടിസ്ഥാന വിവരമായിട്ട് വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് കരളിന് ഉണ്ടാകുന്ന വീക്കത്തെ, ഇൻഫ്ലമേഷൻ ഓഫ് ലിവറിനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അതാണ് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. കരളിന് ഉണ്ടാകുന്ന ഒരു വീക്കം, ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നതിലൂടെ രോഗം ഉണ്ടാകുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നതിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്നത്. പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുന്നു. പിത്തരസത്തിൽ ഉള്ള ബിലിറൂബിൻ എന്ന വർണ്ണവസ്തു എവിടെയാണ് കാണപ്പെടുന്നത്? കരളിലെ പിത്തരസത്തിൽ കാണുന്ന ഒരു വർണ്ണവസ്തുവാണ് ബിലിറൂബിൻ. ഇതിന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുന്നു. രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് കൂടുന്നതാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം എന്താണ്? രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് കൂടുന്നതാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം. കണ്ണിന്റെ വെള്ളഭാഗത്ത് മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുന്നത് രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം കൂടിയാണ്. കണ്ണിന്റെ വെള്ളഭാഗത്ത് മഞ്ഞ നിറം പ്രത്യക്ഷമാകുന്നത്
ഈ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ശ്ലേഷ്മ ചർമ്മത്തിലും അതായത് മ്യൂക്കസ് മെംബ്രെയിനിലും നഖങ്ങളിലും ചർമ്മത്തിലും മഞ്ഞ നിറവും പ്രത്യക്ഷപ്പെടാം. ശ്ലേഷ്മ ചർമ്മത്തിലും മ്യൂക്കസ് മെംബ്രെയിനിലും നഖങ്ങളിലും ചർമ്മത്തിലും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടാം. മഞ്ഞപ്പിത്തത്തെ ജോണ്ടിസ് അതായത് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ബാഹ്യ ലക്ഷണമാണ്. മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ബാഹ്യ ലക്ഷണം. മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന വർണ്ണവസ്തു ബിലിറുബിൻ. നമ്മളിപ്പോൾ പറഞ്ഞു മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന വർണ്ണവസ്തു എന്താണ്? ബിലിറുബിൻ. ഇതിന്റെ രോഗവ്യാപനത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മലിനമായിട്ടുള്ള ആഹാരത്തിലൂടെയും മലിനമായ ജലത്തിലൂടെയും മഞ്ഞപ്പിത്തം പകരാവുന്നതാണ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ രോഗം പകരാം. രോഗബാധിതരുടെ രക്തത്തിലൂടെയും വിസർജ്യ വസ്തുക്കളിലൂടെയും രോഗവ്യാപനം സംഭവിക്കാം. രോഗബാധിതരുടെ രക്തത്തിലൂടെയും വിസർജ്യ വസ്തുക്കളിലും രോഗവ്യാപനം സംഭവിക്കാം. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ ചില ഹെപ്പറ്റൈറ്റിസ് വൈറസുകളും പകരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു HIV രോഗം ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ പകരാമെന്ന്. അതേപോലെ തന്നെ പകരുന്ന ചില ഹെപ്പറ്റൈറ്റിസ് വൈറസുകളും ഉണ്ട്. മലിനമായിട്ടുള്ള സൂചികൾ ഉപയോഗിക്കുന്നതിലൂടെയും രക്തം സ്വീകരിക്കുന്നതിലൂടെയും രോഗവ്യാപനം ഉണ്ടാകാം. മലിനമായ സൂചികൾ ഉപയോഗിക്കുന്നത് വഴി രക്തം സ്വീകരിക്കുന്നതിലൂടെ അതേപോലെ പല കാര്യങ്ങളിലൂടെ ഇതിന്റെ രോഗവ്യാപനം സംഭവിക്കാം. അസുരക്ഷിത ലൈംഗിക ബന്ധത്തിലൂടെയും ചില ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ പകരുന്നു. അസുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ചില ഹെപ്പറ്റൈറ്റിസ് വകഭേദം പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് A, E പ്രധാനമായിട്ടും മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും പകരുന്നത് മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും പ്രധാനമായും രക്തത്തിലൂടെയും ശരീര ദ്രവങ്ങളിലൂടെയും പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പ്രധാനമായിട്ടും രക്തത്തിലൂടെയും ശരീരദ്രവത്തിലൂടെയുമാണ് പകരുന്നത്. പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസിന്റെ വകഭേദങ്ങളെ നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി. ഇതിന് ഫലപ്രദമായിട്ടുള്ള വാക്സിൻ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് സി ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസിന്റെ വകഭേദമാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് സി ആണ്. ഇത് ദീർഘകാല കരൾ രോഗത്തിനും കരൾ ക്യാൻസറിനും വരെ കാരണമായേക്കാം. ഹെപ്പറ്റൈറ്റിസ് സി ദീർഘകാലമായിട്ടുള്ള കരൾ രോഗത്തിനും കരളിന്റെ ക്യാൻസറിന് വരെ കാരണമാകാം. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ഡി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഇയും ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എല്ലാം ഉണ്ട്. ബി ആണ് നമുക്ക് വാക്സിൻ ലഭ്യമാണ്. സി ആകുമ്പോൾ ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസിന്റെ വകഭേദമാണ്. ഇത് ദീർഘകാല കരൾ രോഗത്തിനും കരൾ ക്യാൻസറിനും കാരണമാകാം. ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കാം. കരളിന് വീക്കം, മഞ്ഞപ്പിത്തം, ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പനി, വയറുവേദന, കടും മഞ്ഞ നിറമുള്ള മൂത്രം, കണ്ണിന്റെ വെള്ളഭാഗത്തുള്ള മഞ്ഞ നിറം എന്നിവയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. കരളിന് വീക്കം, മഞ്ഞപ്പിത്തം, ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പനി, വയറുവേദന, കടും മഞ്ഞ നിറമുള്ള മൂത്രം, കണ്ണിന്റെ വെള്ളഭാഗത്തുള്ള മഞ്ഞ നിറം എന്നിവ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമെന്നാണ്? ജൂലൈ 28. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ 28. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ 28. അടുത്തതായിട്ട് COVID-19 കുറിച്ച് നോക്കാം. COVID-19 വൈറസിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ലാറ്റിൻ ഭാഷയിലെ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം കിരീടം അല്ലെങ്കിൽ പ്രഭാ വലയം എന്നാണ്. ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിന് അർത്ഥം എന്താണ്? കിരീടം അല്ലെങ്കിൽ പ്രഭാ വലയം എന്നാണ്. COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം SARS-CoV-2 എന്നാണ്. SARS-CoV-2 എന്ന COVID-19 വൈറസിന്റെ ശാസ്ത്രീയ നാമം
COVID-19 വൈറസ് ഉൾപ്പെടുന്ന കുടുംബം കൊറോണ വിരിഡേ എന്നാണ്. കൊറോണ വിരിഡേ എന്ന കുടുംബത്തിലാണ് COVID-19 വൈറസ് ഉൾപ്പെടുന്നത്. പുതിയ കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് COVID-19. കൊറോണ വൈറസ് ഡിസീസ് 2019 സൂചിപ്പിച്ചാണ് COVID-19 എന്ന് വിളിക്കുന്നത്. കൊറോണ ഒരു മഹാമാരിയാണ്, പാൻഡമിക് ആണ്. കൊറോണ ഒരു മഹാമാരി, അതായത് പാൻഡമിക് ആണ്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗത്തെയാണ് നമ്മൾ പാൻഡമിക് എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗത്തെ പാൻഡമിക് എന്ന് വിളിക്കുന്നു. കൊറോണ ഒരു പാൻഡമിക് രോഗത്തിന് ഉദാഹരണമാണ്. COVID-19 വൈറസ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ വ്യക്തി ഡോക്ടർ ലീ വെൻഡിയാങ് ആണ്. അദ്ദേഹം നൽകിയ പേര് നോവൽ കൊറോണ വൈറസ്. നോവൽ കൊറോണ വൈറസ് എന്ന് പേരിട്ട് ആദ്യമായിട്ട് കൊറോണ വൈറസ് രോഗത്തെ തിരിച്ചറിഞ്ഞ വ്യക്തി ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. രോഗത്തിന്റെ തുടക്കം COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത നഗരം ചൈനയിലെ വുഹാൻ ആണ്. ചൈനയിലുള്ള വുഹാനിലാണ് COVID-19 വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ആദ്യമായി റിപ്പോർട്ട് ചെയ്ത തീയതി 2019 ഡിസംബർ 31. 2019 ഡിസംബർ 31 COVID-19 വൈറസ് ആദ്യമായിട്ട് ചൈനയിലെ വുഹാൻ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ചൈനയ്ക്ക് പുറത്താദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് തായ്ലൻഡിലാണ് COVID-19 വൈറസ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 വന്നത് കേരളത്തിലാണ്. ചൈനയ്ക്ക് പുറത്ത് തായ്ലാൻഡ്, ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലുമാണ് COVID-19 ആദ്യമായി സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് സ്ഥിരീകരിച്ച ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കോവിഡ് സ്ഥിരീകരിച്ച ജില്ല. കേരളത്തിൽ രണ്ടാമതായിട്ട് COVID-19 സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ ജില്ലയിലാണ്. മൂന്നാമത് കാസർഗോഡും. ആലപ്പുഴയും കാസർഗോഡും ആണ് 2ഉം 3ഉം സ്ഥാനത്ത് കേരളത്തിൽ COVID-19 വന്നത്. മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് മൂലം ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് കർണാടകത്തിലാണ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യ COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പൈൻസ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലാണ്. ഏഷ്യക്ക് പുറത്ത് ആദ്യ കോവിഡ് മരണം ഫ്രാൻസിലുമാണ്. ഏഷ്യക്ക് പുറത്ത് ആദ്യത്തെ കോവിഡ് മരണം ഫ്രാൻസിലും. ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ COVID-19 മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈനിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് മരണം കർണാടകത്തിലും, ചൈനയ്ക്ക് പുറത്ത് ഫിലിപ്പൈൻസിലും, ഏഷ്യക്ക് പുറത്ത് ഫ്രാൻസിലും, ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യത്തെ COVID-19 മരണം വന്നത് ബഹ്റൈനിലുമാണ്. WHO പ്രഖ്യാപനങ്ങൾ. ലോകാരോഗ്യ സംഘടന COVID-19 മൂലം ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജാനുവരി 30. ലോകാരോഗ്യ സംഘടന COVID-19 മൂലമുള്ള ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തീയതി 2020 ജാനുവരി 30. ലോകാരോഗ്യ സംഘടന COVID-19 ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. 2020 മാർച്ച് 11 ലോകാരോഗ്യ സംഘടന COVID-19 ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട 6ാമത്തെ സംഭവമാണ് നമ്മുടെ COVID-19. COVID-19 മൂലം ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. അത് 6ാമത്തെ സംഭവമാണ്. ഇന്ത്യയിലെ കോവിഡ് നടപടികൾ. ജനതാ കർഫ്യൂ ആചരിച്ചത് 2020 മാർച്ച് 22. പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ 1ാം ഘട്ട 21 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് 2020 മാർച്ച് 25. കോവിഡ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളം. കോവിഡ് ബാധയെ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിലാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന്
സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയാണ് കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇതിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. ജനതാ കർഫ്യൂ എന്നാണ് 2020 മാർച്ച് 22. ഇന്ത്യയിൽ 21 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് 2020 മാർച്ച് 25. കോവിഡ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച കേരളമാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയുമാണ്. മൃഗങ്ങളും കോവിഡ്-19. മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ്. മൃഗങ്ങൾക്കായിട്ട് കോവിഡ്-19 ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. കോവിഡ്-19 സ്ഥിരീകരിച്ച ആദ്യത്തെ മൃഗം നാദിയ എന്ന കടുവയാണ്. നാദിയ എന്ന കടുവയ്ക്കാണ് കോവിഡ്-19 രോഗം ആദ്യമായി സ്ഥിരീകരിച്ച മൃഗം. നാദിയ എന്ന കടുവ ബ്രോങ്സ് മൃഗശാലയിലുള്ളതാണ്. ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലുള്ളതാണ് നാദിയ എന്ന കടുവ. കോവിഡ് വാക്സിനുകൾ. WHO അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം നൽകിയ ആദ്യത്തെ കോവിഡ് വാക്സിൻ ഫൈസർ വാക്സിനാണ്. WHO അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം ലഭിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണ് ഫൈസർ വാക്സിൻ. ഓക്സ്ഫോർഡ് സർവകലാശാലയും സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. ഓക്സ്ഫോർഡ് സർവകലാശാലയും സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിൻ കോവാക്സിൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ മനീഷ് കുമാർ. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ. സൗഹൃദ രാജ്യങ്ങൾക്കായിട്ട് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാൻ ഇന്ത്യ ആരംഭിച്ച പദ്ധതി വാക്സിൻ മൈത്രി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൗഹൃദ രാജ്യങ്ങൾക്കായിട്ട് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാൻ ഇന്ത്യ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേര് വാക്സിൻ മൈത്രി. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ജപ്പാൻ. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ജപ്പാൻ. കോവിഡിന്റെ പരിശോധനകൾ. കോവിഡ് രോഗനിർണയ പരിശോധനകളാണ് PCR ടെസ്റ്റുകൾ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്, അതേപോലെ NAAT ടെസ്റ്റ്, ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്, RT-PCR ടെസ്റ്റ് എന്നിവയെല്ലാം കോവിഡിന്റെ പരിശോധനകളാണ്. PCR ടെസ്റ്റ്, NAAT ടെസ്റ്റ്, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്, RT-PCR ടെസ്റ്റ് എല്ലാം കോവിഡിന്റെ പരിശോധനാ ടെസ്റ്റുകളാണ്. കോവിഡ് മൂലമുള്ള മറ്റ് രോഗങ്ങൾ. സാർസ്, അതായത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന രോഗം, MERS, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, ഇവയും കൊറോണ വൈറസ് കുടുംബത്തിൽപ്പെട്ട രോഗങ്ങളാണ്. സാർസും മെർസും ഒക്കെ. ഹെൽപ്പ് ലൈൻ ആൻഡ് ആപ്പുകൾ. കേരള സർക്കാർ ആരംഭിച്ച കോവിഡ് ഹെൽപ്പ് ലൈനാണ് ദിശ. അതിൻ്റെ നമ്പർ 1056. ദിശ 1056 കേരള സർക്കാരാണ് ആരംഭിച്ചത്. കോവിഡ് വിവരങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1075. കോവിഡ് വിവരങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1075. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ഡൗൺലോഡുകൾ നേടിയ ആപ്പാണ് ആരോഗ്യ സേതു. അതും സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അടുത്തതായിട്ട് ജലദോഷത്തെക്കുറിച്ച് നോക്കാം. കോമൺ കോൾഡ്. ജലദോഷത്തിൻ്റെ അടിസ്ഥാന വിവരം. മനുഷ്യരിൽ ഏറ്റവും സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു വൈറസ് രോഗമാണ് ജലദോഷം. ജലദോഷത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള വൈറസ് എന്താണ്? റൈനോ വൈറസ്. റൈനോ വൈറസ് ആണ് ജലദോഷം പരത്തുന്നത്. ശ്വാസകോശങ്ങളെ സാധാരണയായിട്ട് ബാധിക്കുന്ന നാസികയെയും മൂക്കിലെ
നാസികയെയും മുകളിലെ ശ്വാസനാളങ്ങളെയും ആണ് ഈ വൈറസ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ശ്വാസകോശങ്ങളെ സാധാരണമായിട്ട് ബാധിക്കുന്ന നാസികയെയും മുകളിലെ ശ്വാസനാളങ്ങളെയുമാണ് ഈ വൈറസ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ജലദോഷം വളരെ എളുപ്പത്തിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ്. ജലദോഷത്തിന്റെ രോഗലക്ഷണങ്ങൾ: മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തൊണ്ടയിലെ കരകരപ്പ്, ചുമ, തലവേദന, ക്ഷീണം, ചെറിയ തൊലിയിലുള്ള പനി, തുമ്മൽ, കണ്ണിൽ നിന്നും വെള്ളം വരിക എല്ലാം ജലദോഷത്തിന്റെ രോഗലക്ഷണങ്ങളാണ്. മൂക്കടപ്പ്, മൂക്കലിപ്പ്, തൊണ്ടവേദന, തൊണ്ടയിലെ കരകരപ്പ്, ചുമ, തലവേദന, ക്ഷീണം, ചെറിയ തോതിലുള്ള പനി, തുമ്മൽ, കണ്ണിൽ നിന്നും വെള്ളം വരിക എല്ലാം ജലദോഷത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ജലദോഷത്തിന്റെ ലക്ഷണം 3 മുതൽ ഒരാഴ്ചത്തോളം വരെ നീണ്ടു നിൽക്കുന്നതാണ്. രോഗവ്യാപനം: രോഗിയായ ഒരാളുടെ ചുമയിലൂടെയോ തുമ്മലിലൂടെയോ പുറത്തുവരുന്ന വൈറസ് കണങ്ങൾ ശ്വസിക്കുന്നതിലൂടെ ജലദോഷം പകരാം. രോഗിയായ ഒരാളിലൂടെ ചുമയിലൂടെയോ തുമ്മലിലൂടെയോ പുറത്തുവരുന്ന വൈറസ് കണങ്ങൾ ശ്വസിക്കുന്നതിലൂടെ ജലദോഷം പ്രധാനമായിട്ടും ഒരാളിലേക്ക് പകർന്നു പിടിക്കാം. വൈറസ് ബാധിച്ച വ്യക്തി സ്പർശിച്ച വസ്തുക്കളിൽ നിന്നും രോഗം പകരാം. വൈറസ് ബാധിച്ച വ്യക്തി സ്പർശിച്ച വസ്തുക്കളിൽ നിന്നും ജലദോഷം പകരാവുന്നതാണ്. കൈകൾ ശുചിയാക്കാതെ കണ്ണ്, മൂക്ക്, വായ എന്നിവയിൽ സ്പർശിക്കുന്നതിലൂടെയും രോഗബാധ ഉണ്ടാകാവുന്നതാണ്. കൈകൾ കഴുകാതെ കണ്ണ്, മൂക്ക്, വായ എന്നിവയിൽ സ്പർശിക്കുന്നതിലൂടെ ജലദോഷത്തിന്റെ രോഗബാധ ഉണ്ടാകാം. സ്കൂൾ, ഓഫീസ്, പൊതുഗതാഗത സംവിധാനം തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിൽ രോഗവ്യാപനം കൂടുതലാണ്. ജലദോഷം കൂടുതലായിട്ട് സ്കൂൾ, ഓഫീസ്, പൊതുഗതാഗത സംവിധാനം എന്നിവയിലൂടെ പകരാവുന്നതാണ്. ജലദോഷത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ: കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായയും മൂക്കും മൂടുക, രോഗബാധിതരുമായിട്ട് അടുത്ത സമ്പർക്കം ഒഴിവാക്കുക, വ്യക്തിപരമായിട്ടുള്ള വസ്തുക്കൾ പങ്കുവെക്കാതിരിക്കുക, പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും മതിയായ വിശ്രമം ഉറപ്പാക്കുകയും ചെയ്യുക. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ജലദോഷത്തിനെതിരെ മറ്റ് പ്രധാനപ്പെട്ട പകരുന്ന രോഗത്തിനെതിരെ നമുക്ക് ഉപയോഗിക്കുന്ന പ്രതിരോധ മാർഗങ്ങളാണ്. അടുത്തതായിട്ട് ഡെങ്കിപ്പനിയെ കുറിച്ച് നോക്കാം. ഡെങ്കിപ്പനിയുടെ മറ്റ് പേരുകളാണ് ബ്രേക്ക് ബോൺ ഡിസീസ്, ബ്രേക്ക് ബോൺ ഫീവർ എന്നും സാഡിൽ ബാക്ക് സിൻഡ്രോം. സാഡിൽ ബാക്ക് സിൻഡ്രോം എന്നും കേട്ടാൽ ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിയുടെ മറ്റു പേരുകളാണ് ബ്രേക്ക് ബോൺ ഡിസീസ് എന്നും സാഡിൽ ബാക്ക് സിൻഡ്രോം എന്നും. ഡെങ്കിപ്പനിയുടെ രോഗകാരി ഫ്ലാവി വൈറസ് ആണ്. ഫ്ലാവി വൈറസ് ആണ് ഡെങ്കിപ്പനിയുടെ രോഗകാരി. ഡെങ്കിപ്പനി പകരുന്നത് ഈഡിസ് ഈജിപ്റ്റി എന്ന കൊതുകുകൾ വഴിയാണ്. ഈഡിസ് ഈജിപ്റ്റി എന്ന കൊതുകാണ് ഡെങ്കിപ്പനി പകർത്തുന്നത്. ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളുടെ പ്രത്യേകത: ഈഡിസ് ഈജിപ്റ്റി കൊതുകുകൾ സാധാരണയായിട്ട് പകൽ സമയത്താണ് കടിക്കുന്നത്. ഇവ സാധാരണയായിട്ട് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. ഈഡിസ് ഈജിപ്റ്റി കൊതുകിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പകൽ സമയത്ത് വന്ന് നമ്മളെ കടിക്കും. ഇനി ഇവ മുട്ടയിടുന്നത് ശുദ്ധജലത്തിലാണ്. ഡെങ്കിപ്പനിയുടെ രോഗനിർണയ പരിശോധന. ഡെങ്കിപ്പനി രോഗനിർണയ പരിശോധന എന്താണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി നിർണയ ടെസ്റ്റ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: പെട്ടെന്നുള്ള കഠിനമായ പനി, അസഹ്യമായ തലവേദന, നേത്രഗോളങ്ങളുടെ പിന്നിലെ വേദന, സന്ധികളിലും മാംസപേശികളിലുമുള്ള വേദന, വിശപ്പില്ലായ്മ, രുചിയില്ലായ്മ എല്ലാം ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. ഡെങ്കിപ്പനി എന്ന പേരിന് പിന്നിൽ എന്താണ്? എല്ല് നുറുങ്ങുന്ന പോലെ വേദന അനുഭവപ്പെടുന്നതിനാലാണ് ഡെങ്കിപ്പനിയെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് വിളിക്കുന്നത്. എല്ല് നുറുങ്ങുന്ന പോലത്തെ വേദനയാണ് ഡെങ്കിപ്പനി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് ഡെങ്കിപ്പനിക്ക് പേര് നൽകിയിട്ടുള്ളത്. 3-4 ദിവസത്തെ ശക്തമായ പനിക്ക് ശേഷം കുറച്ചുനാൾ രോഗലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുകയും പിന്നീട് വീണ്ടും പനി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന പ്രത്യേകത ഉള്ളതിനാൽ ഇതിനെ സാഡിൽ ബാക്ക് സിൻഡ്രോം എന്നും വിളിക്കുന്നു. പ്രതിരോധ വാക്സിൻ. ഡെങ്കിപ്പനിയുടെ പ്രതിരോധ വാക്സിനാണ്
ഡെങ്കുവാക്സിയ. ഡെങ്കുവാക്സിയ എന്ന വാക്സിൻ ഡെങ്കിപ്പനിയുടെ പ്രതിരോധ വാക്സിനാണ്. ഗുരുതര രൂപം ഡെങ്കി ഹെമറോജിക് ഫീവർ. ഡെങ്കി ഹെമറോജിക് ഫീവർ ഗുരുതര രൂപമാണ്. ഡെങ്കിപ്പനിയുടെ ഗുരുതര രൂപമാണ് ഡെങ്കി ഹെമറോജിക് ഫീവർ. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഡെങ്കിപ്പനി ബാധിച്ചവരിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനി ബാധിതരിൽ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ഗണ്യമായി കുറയും. അതിനുള്ള നല്ല സാധ്യതയുണ്ട്. അടുത്തതായി സാർസ് എന്ന രോഗത്തെക്കുറിച്ച് നോക്കാം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആണ് സാർസ് എന്നതിന്റെ പൂർണ്ണ രൂപം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. ഇത് സാർസ് രോഗം ബാധിക്കുന്ന വ്യവസ്ഥ എന്താണ്? മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ, റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്. ഇതൊരു മാരകമായ വൈറസ് രോഗമാണ്. സാർസും മാരകമായ ഒരു വൈറസ് രോഗമാണ്. ഇതിന്റെ രോഗകാരി എന്താണ്? കൊറോണ വൈറസ് കുടുംബത്തിലെ സാർസ് കോവ് വൈറസ് തന്നെയാണ് സാർസ് പകർത്തുന്നത്. ഇതിന്റെ രോഗകാരി കൊറോണ വൈറസ് കുടുംബത്തിലെ സാർസ് കോവ് വൈറസ്. സാർസിന്റെ മറ്റു പേരുകൾ കില്ലർ ന്യൂമോണിയ. കില്ലർ ന്യൂമോണിയ എന്നും വിളിക്കുന്ന രോഗം എന്താണ്? സാർസ് ആണ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആണ് പൂർണ്ണ രൂപം. സാർസ് രോഗം പകരുന്നത് രോഗബാധിതനിൽ നിന്നുമുള്ള അതേപോലെ വായുവിലൂടെയും ശ്വസന കണികയിലൂടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്. രോഗബാധിതനായ വ്യക്തിയിൽ നിന്നുമുള്ള വായുവിലൂടെയുള്ള ശ്വസന കണികയിലൂടെയാണ് സാർസ് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ പനി, ചുമ, കഠിനമായ ക്ഷീണം, വയറിളക്കം, തൊണ്ടവേദനയെല്ലാം സാർസ് രോഗത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ തന്നെയാണ്. ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. വ്യാപകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട വർഷം 2002 2003 കാലഘട്ടത്തിലാണ്. ഇത് ആഗോളതലത്തിൽ അന്ന് പടർന്നു പിടിച്ചു. ഓർമ്മിക്കാൻ, സാർസിനും COVID-19 കാരണമായ കൊറോണ വൈറസ് കുടുംബത്തിലെ വൈറസുകളാണ്. സാർസും COVID-19 എല്ലാം കാരണം കൊറോണ വൈറസ് കുടുംബത്തിലെ വൈറസുകളാണ്. എന്നാൽ സാർസിന്റെ രോഗകാരി സാർസ് കോവ് ആയും COVID-19 രോഗകാരി സാർസ് കോവ് 2 ആയുമാണ് നമ്മൾ വേർതിരിച്ച് പഠിക്കുന്നത്. സാർസിന്റെ രോഗകാരി സാർസ് കോവ്, COVID-19 രോഗകാരി സാർസ് കോവ് 2 ആണ്. അടുത്തതായിട്ട് പോളിയോ വൈറസിനെ കുറിച്ച് നോക്കാം. പോളിയോമൈലൈറ്റിസ്. പോളിയോയുടെ പൂർണ്ണ രൂപം പോളിയോമൈലൈറ്റിസ്. മലയാളത്തിൽ ഇതിനെ പിള്ളവാതം എന്ന് നമ്മൾ വിളിക്കുന്നു. പിള്ളവാതം എന്ന് വിളിക്കുന്ന രോഗം പോളിയോ വൈറസ് ആണ്. ബാധിക്കുന്നത് മനുഷ്യന്റെ നാഡീവ്യവസ്ഥ. പോളിയോ വൈറസ് ബാധിക്കുന്നത് മനുഷ്യന്റെ നാഡീവ്യവസ്ഥയാണ്. നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് പോളിയോ. ഈ രോഗത്തിന്റെ വൈറസ് എന്താണ്? അതിന്റെ രോഗകാരി ഏതാണ്? പോളിയോ വൈറസ്. പോളിയോ വൈറസ് തന്നെയാണ് അതിന്റെ രോഗകാരിയായിട്ട് നമ്മൾ പഠിക്കുന്നത്. പകരുന്നത് പ്രധാനമായിട്ടും മലിനമായിട്ടുള്ള ജലം, മലിനമായിട്ടുള്ള ഭക്ഷണം എന്നിവയിലൂടെയാണ് വൈറസ് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പ്രധാനപ്പെട്ട വർഷങ്ങളും വിവരങ്ങളും. 1995 ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചരണം പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആരംഭിച്ചു. 1995 WHO പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചരണം പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആരംഭിച്ചു. 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പൂർണ്ണമായിട്ടും പോളിയോ വിമുക്ത രാജ്യമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. 2014 മാർച്ച് 27 ആയപ്പോഴേക്കും നമുക്ക് ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. പോളിയോയുടെ പ്രതിരോധ വാക്സിനുകളെ കുറിച്ച് നോക്കാം. IPV, അതായത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ നമ്മൾ ഉപയോഗിക്കുന്നു. IPV വാക്സിൻ. ഈ കുത്തിവയ്പ്പ് വാക്സിൻ വികസിപ്പിച്ചത് ജോനാസ് സാൽക്ക് ആണ്. IPV എന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ജോനാസ് സാൽക്ക് ആണ്. അടുത്തതായി OPV വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ ആണ് OPV. IPV, OPV.
IPV എന്നാൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ. തുള്ളി മരുന്നായിട്ട് നൽകുന്ന ഈ വാക്സിൻ വികസിപ്പിച്ചത് ആൽബർട്ട് സാബിൻ ആണ്. IPV വികസിപ്പിച്ചത് ജോനാസ് സാൾക്ക്. OPV വികസിപ്പിച്ചത് ആൽബർട്ട് സാബിൻ ആണ്. ലോക പോളിയോ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഒക്ടോബർ 24. ലോക പോളിയോ ദിനം ഒക്ടോബർ 24 അടുത്തതായി പന്നിപ്പനി അതായത് സ്വൈൻ ഫ്ലൂവിനെ കുറിച്ച് നോക്കാം. പന്നിപ്പനി അഥവാ സ്വൈൻ ഫ്ലൂവിൻ്റെ രോഗകാരി H1N1 ഇൻഫ്ലുവൻസ വൈറസ് ആണ്. പന്നിപ്പനിയുടെ രോഗകാരിയായിട്ട് പഠിക്കുന്നത് H1N1 ഇൻഫ്ലുവൻസ വൈറസ് ആണ്. രോഗപകർച്ച വായുവിലൂടെയും ശ്വസന കണികയിലൂടെയും വേഗത്തിൽ പകരുന്നു. വായുവിലൂടെയും ശ്വസന കണികയിലൂടെയും പന്നിപ്പനി വേഗത്തിൽ പകരുന്നു. ആദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങൾ ലോകത്ത് തന്നെ ആദ്യമായിട്ട് മെക്സിക്കോയിലാണ്. ലോകത്തിൽ ആദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഹൈദരാബാദാണ്. ലോകത്തിൽ ആദ്യമായി മെക്സിക്കോ, ഇന്ത്യയിൽ ആദ്യമായി ഹൈദരാബാദ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലാണ് പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. പന്നിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ സാധാരണ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളോടെയാണ് ഇത് ആരംഭിക്കുന്നത്. പനി, ചുമ, തൊണ്ടവേദന, മൂക്കടപ്പ്, ശരീരവേദന, തലവേദന, വിറയൽ, കഠിനമായ ക്ഷീണം എന്നിവ പന്നിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. മഹാമാരി പ്രഖ്യാപനം. H1N1 പന്നിപ്പനിയെ ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരി പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചത് 2009 2009 ലോകാരോഗ്യ സംഘടന H1N1 പന്നിപ്പനിയെ നമ്മൾ മഹാമാരിയായിട്ട് പാൻഡമിക് ആയിട്ട് 2009 പ്രഖ്യാപിച്ചു. പ്രതിരോധ മാർഗങ്ങൾ: കൃത്യമായിട്ടുള്ള വ്യക്തി ശുചിത്വം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ഒക്കെയാണ് പന്നിപ്പനിയുടെ പ്രതിരോധ മാർഗങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൃത്യമായ വ്യക്തി ശുചിത്വം, മാസ്ക് ധരിക്കലും ഒക്കെയാണ്. അടുത്തതായി പക്ഷിപ്പനിയെ കുറിച്ച് കൂടി നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാവുന്നതാണ്. ലാസ്റ്റ് ടോപ്പിക് പക്ഷിപ്പനി, ഏവിയൻ ഇൻഫ്ലുവൻസ. പക്ഷിപ്പനിയുടെ മറ്റ് പേരുകൾ കോഴിപ്ലേഗ്, ഏവിയൻ ഇൻഫ്ലുവൻസ. ഏവിയൻ ഇൻഫ്ലുവൻസ എന്നെല്ലാം വിളിക്കുന്നത് പക്ഷിപ്പനിയെയാണ്. പക്ഷിപ്പനിയുടെ രോഗകാരി സാധാരണയായിട്ട് H5N1 ഇൻഫ്ലുവൻസ വൈറസ് ആണ്. പന്നിപ്പനി H1N1, പക്ഷിപ്പനിയായപ്പോൾ H5N1 ആണ്. പക്ഷിപ്പനി ബാധിക്കുന്നത് പ്രാഥമികമായിട്ട് പക്ഷികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് പക്ഷിപ്പനി. എന്നാൽ രോഗബാധിതനായിട്ടുള്ള പക്ഷികളുമായിട്ടുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ ഇത് മനുഷ്യരിലേക്ക് പകരാം. പ്രധാനപ്പെട്ട രോഗവാഹകർ ദേശാടന പക്ഷികൾ, കോഴികൾ, താറാവുകൾ എന്നിവയാണ് പക്ഷിപ്പനിയുടെ പ്രധാനപ്പെട്ട വൈറസ് വാഹകരായിട്ട് വരുന്നത്. പക്ഷിപ്പനിയുടെ പ്രധാന വൈറസ് വാഹകർ ദേശാടന പക്ഷികളും കോഴികളും താറാവുകളും ഒക്കെയാണ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, ചുമ, കഠിനമായിട്ടുള്ള പേശീവേദന, തൊണ്ടവേദന എന്നിവയൊക്കെയാണ് മനുഷ്യരിൽ കാണുന്ന പ്രധാനപ്പെട്ട പക്ഷിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ. പ്രതിരോധവും നിയന്ത്രണവും: രോഗബാധിത പ്രദേശങ്ങളിലെ പക്ഷികളെ കൊന്നൊടുക്കൽ, കള്ളിങ്ങും അതേപോലെ കൃത്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വഴിയും കർശനമായിട്ടുള്ള നിരീക്ഷണം എന്നിവ പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗമാണ്. പക്ഷിപ്പനി പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കൊന്നൊടുക്കലാണ്. ആ പക്ഷിപ്പനി ബാധിച്ച പക്ഷികളെ ഒരുമിച്ച് തന്നെ മൊത്തത്തിൽ കൊന്നൊടുക്കൽ. പിന്നെ കൃത്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും കർശനമായിട്ടുള്ള നിരീക്ഷണം എന്നിവയിലൂടെ നമുക്ക് പക്ഷിപ്പനിയെ നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഒരു വലിയ ടോപ്പിക്കാണ് നമ്മൾ നോക്കി തീർന്നത്. വൈറസ് രോഗങ്ങൾ. വൈറസ് രോഗം പ്രധാനമായിട്ടും എബോള, എയ്ഡ്സ്, നിപ്പ, ഹെപ്പറ്റൈറ്റിസ്, COVID-19, ജലദോഷം, ഡെങ്കിപ്പനി, സാർസ്, പോളിയോ വൈറസ്, പന്നിപ്പനിയെയും പക്ഷിപ്പനിയെയും ഒക്കെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ PSC പഠിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്
ജസ്റ്റ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതേപോലുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.